എന്തായാലും നിങ്ങളുടെ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഫിസിക്സ് പരീക്ഷയിൽ ഉണ്ടാകാൻ പോകുന്ന നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും ഇതുപോലത്തെ ഒരു ചോദ്യം. അതായത് ഇൻ ദ ഫിഗർ ബീം ഓഫ് ലൈറ്റ് ഇസ് ഗിവൺ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ തരുന്നിട്ട് പറയും ആംഗിൾ കണ്ടുപിടിക്കാൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതന കോൺ കണ്ടുപിടിക്കാനോ അല്ലെ പ്രതിപതന കോൺ കണ്ടുപിടിക്കാനോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പുഷ്പം പോലെ എന്താണ് 2 മാർക്കും 3 മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ചോദ്യമായിരിക്കും, വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നോക്കി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമായിരിക്കും. പക്ഷേ ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ തിയറി എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്, ഒന്നും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കാനില്ല എന്നാണ് എൻ്റെ രസം. ഓക്കെ, അപ്പോൾ നോക്കുക, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈറ്റ് വന്ന് ഒരു മിററിൽ വീഴുമ്പോൾ, ഓക്കെ, ലൈറ്റ് വന്ന് മിററിൽ വീഴാണ്, ഒരു ലൈറ്റ് വന്ന് ഇടിച്ചു, ഇതിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കും. വന്ന് വീഴുന്ന ലൈറ്റ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കും. അത് മിററിൽ തട്ടുന്നു, തിരിച്ചു പോകുന്ന റേനെ നമ്മൾ എന്ത് വിളിക്കും? റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കും, പ്രതിപതന രശ്മി എന്ന് വിളിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു ലംബം, ഒരു നോർമലിനെ നമ്മൾ വരച്ചു കൊടുക്കും, ഒരു പെർപെൻഡിക്കുലർ നോർമലിനെ നമ്മൾ വരച്ചു കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ആംഗിളും അപ്പുറത്ത് കിടക്കുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ലെഫ്റ്റ് കിടക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനരശ്മി ലംബവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കും പതനക്കോൺ എന്ന് വിളിക്കും, പതനക്കോൺ. അങ്ങനെയാണ് മറ്റൊരു എന്തായിരിക്കും? റിഫ്ലക്റ്റഡ് റേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം, ആർ എന്ന് വിളിക്കാം, പ്രതിപതന കോൺ എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞതുപോലെ 2 സെയിം ആയിരിക്കും. അതായത് ഐയും ആറും എന്തായിരിക്കും? ആംഗിൾ ഐയും ആംഗിൾ ആറും എപ്പോഴും സെയിം ആയിരിക്കും. ഇത് 30 ആണോ 30 ആയിരിക്കും, 40 ആണോ 40 ആയിരിക്കും, ഇത് 50 ആണോ ഇത് 50 ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം. മക്കൾ, ഈ മൊത്തം ആംഗിൾ എത്രയാണ്? ഇത് ലംബമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതേ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ മൊത്തത്തിൽ ഈ ആംഗിൾ എടുത്താൽ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ചോദ്യം 2022 മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ സിമ്പിളായിട്ട് വരാം. ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ ബീം ഓഫ് ലൈറ്റ് വിച്ച് ഇസ് ഇൻസിഡന്റ് ഓൺ ദ സർഫസ് ഇസ് റിഫ്ലക്റ്റഡ് ആസ് ഡെപ്പിക്റ്റഡ്. ഒരു പിക്ചർ കാണിച്ചിരിക്കുകയാണ്, ലൈറ്റ് വന്ന് വീഴുന്നു, ലൈറ്റ് തെറിച്ചു പോകുന്നു. ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 60 ഡിഗ്രി, വാട്ട് വിൽ ബി ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇവയ്ക്കിടയിലുള്ള ആംഗിൾ, അതായത് പതനരശ്മിയുടെയും പ്രതിപതനരശ്മിയുടെയും ഇടയിലെ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ, ആ കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പതനകോൺ എത്രയായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ തിയറി പ്രകാരം ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി അല്ല. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. നമ്മൾ ഈ ആംഗിളൊക്കെ പറഞ്ഞിരിക്കുന്ന ലംബമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഐയും ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലംബം വരയ്ക്കുക, ആദ്യം നമ്മൾ ലംബം വരച്ചു കൊടുക്കാം. പിന്നെ ലംബം ഇല്ല, പിന്നെ ഒരു ലംബം കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ നോർമൽ. ഇനി നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ശരിയല്ലേ? ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോണ്. അപ്പുറത്ത് കിടക്കുന്നതാണ് പ്രതിപതനകോണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലായി. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ അറിയാം, ഇതും സെയിം ആംഗിൾ ആയിരിക്കും, ഇത് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഇത് 10 ആയാൽ ശരിയാവില്ലേ? ശരിയാവും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ 10 ആഡ് ചെയ്ത് മൊത്തത്തിൽ 60 കിട്ടില്ല. മൊത്തത്തിൽ 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 ആണെങ്കിൽ ശരിയാവോ? കുഴപ്പമില്ല, ഇത് 20 ആണെങ്കിൽ 20 ആയിരിക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ ആഡ് 2 20 കൂടി ചേർന്ന് 60 കിട്ടില്ല, 40 കിട്ടുള്ളൂ. 25 ആണ് 50 കിട്ടുള്ളൂ. 30 ഡിഗ്രിയും മറ്റൊരു 30 ഡിഗ്രി ആകുമ്പോഴാണ് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര 60 ഡിഗ്രി കിട്ടുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇത് 30, അത് 30, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 60 കിട്ടി. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ടും കൂടി ചേർന്നിട്ട് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ പതനകോണും പ്രതിപതന കോണും ഒക്കെ എന്താണ് ആൻസർ? ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന പതനകോൺ എത്രയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. രണ്ടും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം സിമ്പിൾ ലോജിക് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഒരു ചോദ്യം 2019 ഡിസംബർ എക്സാം, ക്രിസ്മസ് എക്സാമിൽ ചോദിച്ച ചോദ്യം നോക്കാം. എന്താ ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ആൻ ഇൻസിഡൻറ്റ് റേ. ഒരു മിററിൽ വന്നൊരു റേ വീഴാണ്. ഫൈൻഡ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ യൂസിങ് ഗിവൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാം, അല്ലേ? ചിത്രത്തിൽ നിന്നും പ്രകാശരശ്മിയുടെ പതനകോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആലോചിച്ച് നോക്കി. ഇവിടെ വേറൊരു ആംഗിൾ വന്നിരിക്കുന്നത്. പതനകോൺ 30 ഡിഗ്രി ആണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അല്ല. കാരണം അതിന് ലംബം വേണം. എപ്പോഴും പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. അവർ തരില്ല, നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പം മകളെ മിറർ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കുക. ആ പതനരശ്മി വന്ന് ഇടിക്കുന്ന സ്ഥലത്ത് കാണുമ്പോൾ നിങ്ങൾ പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കും. മിററിനോട് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കരുത് മക്കളെ. ഇതാണ് നമ്മുടെ മിററിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സാധനമാണ് നോർമൽ. സോ നമ്മുടെ നോർമൽ ഇതാണ് കേട്ടോ. ഇനി നിങ്ങൾ പറ, ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേ ഇത്, നോർമൽ ഇത്, ഇടയിലുള്ള ആംഗിൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് നമ്മുടെ ഐ.
അതെത്രയായിരിക്കും എന്ന് പറ. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഈ നോർമൽ എന്ന് പറഞ്ഞാൽ ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറാണ്. അപ്പം ഈ രണ്ട് ഇതിനിടയിലുള്ള ഈ വലിയ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല 90 ഡിഗ്രി ആണെന്നല്ലേ. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓൾറെഡി ഇത് 30 ഡിഗ്രി ഉണ്ട്. ബാക്കിയുള്ള എത്ര ആയിരിക്കണം? ഇവിടെ മൊത്തത്തിൽ 90 ആക്കണം, 30 ഉണ്ട്. ബാക്കി എത്ര വേണം? 50 ആയാൽ മതിയോ? 50, 30, 80 ഉള്ളൂ. 60 ആയാൽ മതിയോ? തീർച്ചയായിട്ടും 30ഉം ഇത് 60 ആണെങ്കിൽ മൊത്തത്തിൽ 90 ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി 60 ഡിഗ്രി ആണോ. സോ ഒന്നും ആലോചിക്കണ്ടാവില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചാൽ അതും 60 ഡിഗ്രി. പതനകോണും പ്രതിപതന കോണും എപ്പോഴും സെയിം ആയിരിക്കും. സ്ഥിരമാണ്. എന്ത് ചോദിച്ചാൽ 60 ഡിഗ്രി. കഴിഞ്ഞ പരിപാടി. സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഈ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ നിയമങ്ങൾ എഴുതുക. പ്രതിപതന നിയമങ്ങൾ പ്രസ്താവിക്കുക. ഏതാണ് നിയമങ്ങൾ? ഒന്നുമില്ല. ഫസ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് ഫസ്റ്റ് നിയമം. രണ്ടാമത് കാര്യം, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും പതനരശ്മിയും പ്രതിപതനരശ്മിയും ലംബവും നോർമലും എല്ലാം ഒരേ തലത്തിലായിരിക്കും. ആർ ഓൾ ലൈയിങ് ഇൻ സെയിം പ്ലെയിൻ, അല്ലെ ലൈസ് ഇൻ സെയിം പ്ലെയിൻ. ഒരേ തലത്തിലായിരിക്കും, സെയിം പ്ലെയിൻ. അതായത് ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ ഇൻസിഡന്റ് റേ ഇവിടെ നോക്കിയേ, ആദ്യം വരച്ച് പിക്ചർ എടുക്കാം. ഇൻസിഡന്റ് റേ ഇപ്പോൾ ബോർഡിലാണ്, റിഫ്ലക്റ്റഡ് റേ ഇതേ ബോർഡിലാണ്, അതേ പ്ലെയിനിലാണ്, നോർമലും ഇതേ പ്ലെയിനിലായിരിക്കും. 3 പേരും ഒരേ പ്ലെയിനിലായിരിക്കും. ഈ ബോർഡ് ഒരു പ്ലെയിനാണ്, ഒരു തലമാണ്, അതേ തലത്തിലായിരിക്കും. അതിൻ്റെ പുറത്ത് വരാൻ പോകുന്നില്ല. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും 1 മാർക്ക് 2 മാർക്കിന് പരീക്ഷയിൽ വരും. നിങ്ങൾ ഉത്തരം കൊടുത്തോളൂ എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, മാക്സിമം എല്ലാവർക്കും മാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. തകർത്ത് എഴുതാം കേട്ടോ.